അത്ലറ്റുകളുടെ ഭാരം നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്തം അത്ലറ്റിന്റെയും പരിശീലകന്റെയും ഉത്തരവാദിത്തമാണെന്ന ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി.ടി. ഉഷയുടെ പ്രതികരണം വിവാദമായിരിക്കുകയാണ്. പാരീസ് ഒളിമ്പിക്സ് ഗുസ്തിയിൽ ഭാരപരിശോധനയിൽ പരാജയപ്പെട്ട് അയോഗ്യയാക്കപ്പെട്ട ഇന്ത്യയുടെ വിനേഷ് ഫോഗട്ട് ലോക കായിക കോടതിയിൽ നൽകിയ അപ്പീലിൽ വിധി വരാനിരിക്കെയായിരുന്നു പി.ടി. ഉഷയുടെ പ്രതികരണം വന്നത്. വനിതകളുടെ 50 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ ഫൈനലിലെത്തിയ വിനേഷിനെ 100 ഗ്രാം ശരീരഭാരം കൂടിയെന്ന് കണ്ടാണ് മത്സരത്തിന് മുമ്പായി അയോഗ്യയാക്കിയത്. ഇതിനെതിരെ നൽകിയ അപ്പീലാണ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ ഫോർ സ്പോർട്സ് പരിഗണിക്കുന്നത്. ഫൈനലിലെത്തിയ ശേഷം അയോഗ്യയാക്കിയതിനാൽ വെള്ളി മെഡൽ പങ്കിടണമെന്നാണ് അപ്പീലിലെ ആവശ്യം. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റിന്റെ പ്രസ്താവന ഫോഗട്ടിന് തിരിച്ചടിയാണ്. ശരീരഭാര നിയന്ത്രണത്തിന്റെ ഉത്തരവാദിത്തം IOA മെഡിക്കൽ സംഘത്തിനുണ്ടെന്ന വിമർശനങ്ങളെ പ്രതിരോധിച്ചുകൊണ്ടാണ് പി.ടി. ഉഷയുടെ വിശദീകരണം വന്നിട്ടുള്ളത്. ഗുസ്തി, ഭാരോദ്വഹനം, ബോക്സിംഗ്, ജൂഡോ തുടങ്ങിയ കായിക ഇനങ്ങളിൽ IOA മെഡിക്കൽ ടീമിനെതിരെ, പ്രത്യേകിച്ച് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദിൻഷോ പർദിവാലയ്ക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇതിനാണ് പി.ടി. ഉഷ മറുപടി നൽകിയത്. ഇത്തരം കായിക ഇനങ്ങളിലെ അത്ലറ്റുകളുടെ ഭാരം നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്തം ഓരോ അത്ലറ്റിന്റെയും അല്ലെങ്കിൽ പരിശീലകന്റെയും ഉത്തരവാദിത്തമാണ് എന്നായിരുന്നു പി.ടി. ഉഷ പ്രതികരിച്ചത്. IOA നിയമിച്ച ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദിൻഷോ പർദിവാലയുടെയും സംഘത്തിന്റെയും ഉത്തരവാദിത്തമല്ല എന്നും IOA മെഡിക്കൽ ടീമിന് നേരെയും പ്രത്യേകിച്ച് ഡോക്ടർ പർദിവാലയ്ക്കെതിരെയുമുള്ള വിമർശനം അസ്വീകാര്യവും അപലപനീയവുമാണ് എന്നും പി.ടി. ഉഷ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. ഒളിമ്പിക്സിലെ ഓരോ ഇന്ത്യൻ അത്ലറ്റിനും അവരവരുടേതായ സപ്പോർട്ട് ടീമുണ്ട്. എത്രയോ വർഷങ്ങളായി ഈ സപ്പോർട്ട് ടീമുകൾ അത്ലറ്റുകൾക്കൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ പാരീസ് ഗെയിംസിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് മെഡിക്കൽ ടീമിനെ IOA നിയമിച്ചത്. പ്രാഥമികമായി മത്സര സമയത്തും അതിനുശേഷം കളിക്കാരുടെ പരിക്കുകൾ കൈകാര്യം ചെയ്യാനും സഹായിക്കുന്നതിനും മാത്രമാണ് മെഡിക്കൽ സംഘം. സ്വന്തമായി സപ്പോർട്ട് ടീം ഇല്ലാത്ത അത്ലറ്റുകളെ പിന്തുണയ്ക്കുന്നതിനാണ് പോഷകാഹാര വിദഗ്ധരും ഫിസിയോതെറാപ്പിസ്റ്റുകളും ഉൾപ്പെട്ട സംഘമെന്നും പി.ടി. ഉഷ വ്യക്തമാക്കിയിരുന്നു. ഒളിമ്പിക്സിൽ നിന്ന് അയോഗ്യയാക്കപ്പെട്ടതിന് പിന്നാലെ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട വിനേഷ് ഫോഗട്ടിനെ പി.ടി. ഉഷ സന്ദർശിച്ചിരുന്നു. ശരീരഭാരം കുറയ്ക്കുന്നതിന് മത്സരത്തിന് മുമ്പായി നടത്തിയ കഠിന ശ്രമങ്ങൾ കാരണം നിർജ്ജലീകരണം സംഭവിച്ച് അവശയായതിനാലാണ് ഫോഗട്ടിന് ചികിത്സ തേടേണ്ടി വന്നത്. അയോഗ്യയാക്കപ്പെട്ടതോടെ കടുത്ത നിരാശയിലായ വിനേഷ് വിരമിക്കൽ പ്രഖ്യാപനവും നടത്തിയിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഒളിമ്പിക്സ് ഫൈനലിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഗുസ്തിക്കാരിയായി 29-കാരി വിനേഷ് ഫോഗട്ട് റെക്കോർഡ് കുറിച്ചത്. അയോഗ്യതാ വിഷയം ഇന്ത്യൻ പാർലമെന്റിലും വലിയ ചർച്ചാ വിഷയമായിരുന്നു. നിരവധി അന്താരാഷ്ട്ര താരങ്ങൾ വിനേഷിനെ പിന്തുണച്ച് രംഗത്തെത്തിയപ്പോൾ അയോഗ്യതയ്ക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന ആരോപണങ്ങളും ഉയർന്നു. വിനേഷിന്റെ ഭക്ഷണക്രമത്തിന് അയോഗ്യതയുമായി ബന്ധമുണ്ടാകുമെന്ന് മുൻ IOA മേധാവി നരേന്ദ്ര ബത്ര ആരോപിച്ചിരുന്നു. വിനേഷിന്റെ ഹർജിയിൽ ഓഗസ്റ്റ് 13-ന് CAS അന്തിമ വിധി പ്രഖ്യാപിക്കും എന്നാണ് വിവരം. യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗ് നിയമം അനുസരിച്ചാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ജേതാക്കളെ പ്രഖ്യാപിക്കുന്നത്. ഈ നിയമപ്രകാരം ഒരു ഭാരവിഭാഗത്തിൽ മത്സരിക്കുന്ന താരത്തിന്റെ ഭാരം പരിശോധനയിൽ കൂടുതലാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ ആ താരത്തിന് ആ മത്സരത്തിൽ നിന്ന് അയോഗ്യത കൽപ്പിക്കും. ഈ മത്സരത്തിലെ അവസാന സ്ഥാനക്കാരായിട്ടായിരിക്കും ആ താരത്തെ കണക്കാക്കുക. ലോക കായിക കോടതിയിൽ സമർപ്പിച്ച അപ്പീലിൽ ബന്ധപ്പെട്ട കക്ഷികൾക്ക് ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനും രേഖകൾ സമർപ്പിക്കാനുമുള്ള സമയപരിധി കഴിഞ്ഞ രാത്രി അവസാനിച്ചിരുന്നു. രേഖകളും മറ്റ് വിശദാംശങ്ങളും വിനേഷ് നേരത്തെ തന്നെ സമർപ്പിച്ചിട്ടുണ്ട്.